സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നിപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം സത്യാഗ്രഹം ചെയ്യുകയാണ്. ആ സമരം ആളെ പറ്റിക്കാനുള്ള സമരമെന്നാണ് താങ്കൾ പറയുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നതിലടക്കം സാമ്പത്തിക ചെലവ് അടക്കമുള്ള കാര്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. വസ്തുക്കളോട് യോജിച്ച സമരം എന്നതാണ് പല ഘട്ടങ്ങളിലും പറയുന്നത്. ഈ സർക്കാരുമായിട്ട് യോജിച്ച് ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതയെ BJPയുടെ പോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് CPM കേരളത്തിൽ. അറിയാലോ, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് ഞങ്ങളുടെ ആരോപണമാണ്. AK ബാലൻ അതിന് സമാനമായ ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ കാര്യം വ്യക്തമായി. BJP സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴിയിലാണ് CPMഉം ശ്രീ പിണറായി വിജയനും സഞ്ചരിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും സംഘപരിവാറിന്റെ രീതി മതങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാണ്. അതേ ശൈലിയാണ് കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം. അതുവരെ ന്യൂനപക്ഷ വർഗീയതയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, അതിൽ നിന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. അല്ലാതെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവര് സമരം നടത്തിയ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇവരവിടെ പോയി സെറ്റിൽ ചെയ്യാണ്. BJP നേതാക്കന്മാരുമായിട്ട് സന്ധിയാണ്. രാഷ്ട്രീയമായ അവിശുദ്ധ ബാന്ധവമാണ്. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിനൊന്നും ഞങ്ങളില്ല. അത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ CPMഉം ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അമിത്ഷായ്ക്ക് പറയാൻ പറ്റുമോ? ഇവിടെ കോൺഗ്രസും CPMഉം നേരിട്ട് ഏറ്റുമുട്ടുകയാണ് എന്നറിയാൻ പാടില്ലാത്ത ആരാണ്? ആ കൂട്ടത്തിൽ കോൺഗ്രസ് വിരുദ്ധത ഉള്ള BJP CPMനെ സഹായിക്കുകയാണ് കേരളത്തിൽ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഒറ്റ കോൺഗ്രസുകാരനും ഒരു RSSകാരന്റെ പിന്തുണയോടുകൂടിയും ഒരു BJPയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആരും അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് KG മാരാരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അങ്ങനെ വന്ന ആളാണിത്. പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ 1 കാർ മാറ്റി ഹോട്ടലിൽ വന്ന് RSS നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ CPM മുഖ്യമന്ത്രിയാ പിണറായി വിജയൻ. RSS വിരുദ്ധതയും സംഘപരിവാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട. അവരുടെ കൂട്ടിലാണ്, അവരുടെ കീഴിലാണ്. പഴയ ചരിത്രവും പറയിപ്പിക്കണ്ട. അവരുടെ കൂടെയായിരുന്നു. അവരുടെ കൂടെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളെ പ്രസ്താവന. RSSുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഞാനിപ്പോ കേൾപ്പിച്ചുതരാം നിങ്ങളെ. എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ RSS വരട. RSSന്റെ ആടയാഭരണമല്ല. RSS കുഴിച്ച കുഴിയിലാണ് ഇറങ്ങിയിരുന്നിരുന്നത് ഇത്രയും നാള്. മനസ്സിലായില്ലേ? RSSന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന ആളാ. ഞങ്ങളെ പഠിപ്പിക്കണ്ട RSS വിരോധം. അവിടുന്ന് ഞങ്ങൾക്ക് ക്ലാസും വേണ്ട. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കറിയില്ല അത് ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് നോക്കാം, അത് പരിശോധിച്ചിട്ട് അല്ലല്ല, അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കണത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ്, നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ?
പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും. അങ്ങനത്തെ ഒരു ഘട്ടം വന്ന സാങ്കല്പിക ചോദ്യമാണത്. ഇപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ അവരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയില്ല, ഒന്നും സംസാരിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അവരാ മുന്നണിയിലല്ലേ ഇപ്പൊ. മുന്നണിയിൽ എന്തെങ്കിലും പുതിയ ആളുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയില്ല. നമ്മൾ നിങ്ങളോടല്ലേ ആദ്യം പറയുള്ളൂ. എടാ